എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് മലയാളത്തിലെ മുൻവർഷ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മുൻവർഷ ചോദ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മലയാളത്തിലെ മുൻവർഷ ചോദ്യങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, SCRT പാഠപുസ്തകങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, GK പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മാത്സിൻ്റെ ക്ലാസ്സും ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, പ്ലേലിസ്റ്റുകളൊക്കെ പോയി നോക്കുക, കണ്ടിട്ട് മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. വീരസേനന്റെ പുത്രൻ. ഓക്കെ, വീരസേനന്റെ പുത്രൻ. ഓപ്ഷൻ എ വീരസേനി, ഓപ്ഷൻ ബി വൈരസേനി, ഓപ്ഷൻ സി വൈരസേനൻ, ഓപ്ഷൻ ഡി വൈരസേനികൻ. അപ്പോൾ നമ്മൾ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. വീരസേനന്റെ പുത്രൻ അറിയപ്പെടുന്നത് വൈരസേനി എന്നാണ് കേട്ടോ, വൈരസേനി. അപ്പോൾ അതുപോലെ കുറച്ച് പുത്രന്മാരെ നമുക്ക് നോക്കിയാലോ. ദശരഥന്റെ പുത്രൻ, ദശരഥന്റെ മകൻ അറിയപ്പെടുന്നത് എന്താണ്? ദാശരഥി എന്നാണ് കേട്ടോ. ദശരഥന്റെ മകൻ അറിയപ്പെടുന്നത് ദാശരഥി എന്നാണ്. സഹോദരീപുത്രൻ, സഹോദരീപുത്രൻ എന്നറിയപ്പെടുന്നത് ഭാഗിനേയൻ. ഓക്കെ, സഹോദരീപുത്രന്റെ ഒറ്റപ്പദം എന്താണ്? ഭാഗിനേയൻ. ഇനി സഹോദരിയുടെ പുത്രി എന്നറിയപ്പെടുന്നത് ഭാഗിനേയി. ഓക്കെ, സഹോദരിയുടെ പുത്രി ഭാഗിനേയി എന്നാണ്. പുത്രന്റെ പുത്രൻ, പുത്രന്റെ പുത്രൻ എന്നറിയപ്പെടുന്നത് പൗത്രനാണ് കേട്ടോ. പുത്രന്റെ പുത്രൻ പൗത്രൻ. പുത്രന്റെ പുത്രി എന്ന് പറയുന്നത് പൗത്രിയാണ്. പുത്രന്റെ പുത്രി ഒറ്റപ്പദം ഏതാണ്? പൗത്രിയാണ്. മകളുടെ മകൾ എന്നറിയപ്പെടുന്നത് ദൗഹിത്രി. മകളുടെ മകൾ ദൗഹിത്രി. മകളുടെ മകൻ ആണെങ്കിലോ ദൗഹിത്രൻ. ഓക്കെ, മകളുടെ മകൻ ദൗഹിത്രൻ. ഓക്കെ, ധൃതരാഷ്ട്രരുടെ പുത്രൻ, ധൃതരാഷ്ട്രരുടെ പുത്രൻ ആരാണ്? ധർത്തരാഷ്ട്രനാണ് കേട്ടോ. ധൃതരാഷ്ട്രരുടെ പുത്രൻ ധർത്തരാഷ്ട്രനാണ്. ഓക്കെ, ഭീമന്റെ പുത്രി, ഭീമന്റെ പുത്രി ആരാണ്? ഭൈമിയാണ് കേട്ടോ, ഭൈമി. ഓക്കെ, ദ്രോണരുടെ പുത്രൻ അറിയപ്പെടുന്നത് ദ്രൗണി എന്നാണ്. ദ്രോണരുടെ പുത്രൻ അറിയപ്പെടുന്നത് ദ്രൗണി. ദ്രുപദന്റെ പുത്രി ദ്രൗപദി. ഓക്കെ, ദ്രുപദന്റെ പുത്രി ദ്രൗപദി എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പുത്രന്മാരെയും പുത്രികളെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം, മാതൃക പോലെ എഴുതുക. ഓക്കെ, മാതൃക പോലെ എഴുതുക. വാഴച്ചുവട്, വാഴയുടെ ചുവട് എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം ജീവിതാവസ്ഥ. ജീവിതാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ, ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ അതുപോലെയുള്ള മറ്റു വേർഡ്സ് ആണ് നോട്ട് ചെയ്ത് വെക്കുക. മനക്കരുത്ത്. ഓക്കെ, മനക്കരുത്ത്, മനമാകുന്ന കരുത്താണ് മനക്കരുത്ത്. മനമാകുന്ന കരുത്ത് മനക്കരുത്താണ്. മാനസമന്ദിരം, മാനസമാകുന്ന മന്ദിരമാണ് മാനസമന്ദിരം. ഓക്കെ, രോമാഞ്ചക്കുപ്പായം, രോമാഞ്ചമാകുന്ന കുപ്പായം. ഓക്കെ, മനക്കരുത്ത് മനമാകുന്ന കരുത്ത്, മാനസമന്ദിരം മാനസമാകുന്ന മന്ദിരം, രോമാഞ്ചക്കുപ്പായം രോമാഞ്ചമാകുന്ന കുപ്പായം. ഭാഗ്യപാരാവാരം. ഓക്കെ, ഭാഗ്യപാരാവാരം, ഭാഗ്യമാകുന്ന പാരാവാരം, ഭാഗ്യപാരാവാരം. തീവണ്ടി, തീവണ്ടി എന്ന് പറയുന്നത് എന്താണ് വിഗ്രഹിച്ചാൽ? തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടിയാണ് തീവണ്ടി. ഓക്കെ, തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി തീവണ്ടി. മധുരമൊഴി, മധുരമൊഴി, മധുരമായ മൊഴിയുള്ളവൾ മധുരമൊഴി, മധുരമായ മൊഴിയുള്ളവൾ മധുരമൊഴി. നെടുങ്കണ്ണി, നെടുങ്കണ്ണി, നെടിയ കണ്ണുള്ളവൾ നെടുങ്കണ്ണി. ഓക്കെ, നെടിയ കണ്ണുള്ളവൾ നെടുങ്കണ്ണി. ഭീമൻ, ഭീമനെ വിഗ്രഹിച്ചാൽ എന്താണ്? ഭീമകർമ്മം ചെയ്യുന്നവൻ, ഭീമകർമ്മം ചെയ്യുന്നവൻ. അടുത്തത് വൈദേശി, വൈദേശി വിദേശ രാജ്യത്ത് ജനിച്ചവൾ. ഓക്കെ, വൈദേശി വിദേശ രാജ്യത്ത് ജനിച്ചവൾ. അഭിമുഖം, അഭിമുഖം എന്താണ്? മുഖത്തിന് നേരെ ആണ് അഭിമുഖം കേട്ടോ. അഭിമുഖം എന്താണ്? മുഖത്തിന് നേരെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എന്താണ് വിഗ്രഹിച്ചെഴുതുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? M. മുകുന്ദനാണ് കേട്ടോ, M. മുകുന്ദൻ. ഓക്കെ, അപ്പോൾ മറ്റുള്ള ഓപ്ഷൻസും M. മുകുന്ദനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ഏതാണ്? സക്കറിയ. സക്കറിയെ കുറിച്ച് പറയുമ്പോൾ കൊതുക് കഥാപാത്രമായി വരുന്ന വല എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? സക്കറിയാണ് കേട്ടോ, സക്കറിയാണ് കൊതുക് കഥാപാത്രമായി വരുന്ന വല എന്ന് പറയുന്ന ചെറുകഥ രചിച്ചത്. ഓക്കെ, ഇനി M. മുകുന്ദനെ കുറിച്ച് പറയുമ്പോൾ M. മുകുന്ദന്റെ പ്രധാനപ്പെട്ട കൃതികൾ, സ്ഥിരം ചോദിക്കുന്ന കൃതികളാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ആരുടെ കൃതിയാണ് എന്ന് ചോദിക്കാറുള്ള M. മുകുന്ദന്റെയാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിന്റെ വികൃതി, കേശവന്റെ വിലാപങ്ങൾ, നൃത്തം, മദാമ, ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു, കുട നന്നാക്കുന്ന ചോതി. അപ്പം നമ്മൾ എന്താണ് കൃതികളും അതുപോലെ തന്നെ എന്താണ് അവയുടെ കവികളും കൃതികളും നമ്മൾ എന്തിലൂടെ പഠിച്ചിട്ടുണ്ട്? കോഡിലൂടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കോഡ് ഉപയോഗിച്ച് പഠിച്ചെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഓക്കെ, അപ്പോൾ M. മുകുന്ദൻ്റെ കൃതിയായ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്, അത് നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തത് ദാസൻ, ബിന്ദു എന്നിവർ മുഖ്യ കഥാപാത്രമായി വരുന്ന കൃതി ഏത് എന്ന് ചോദിച്ചാൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ തന്നെയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ രമേശ് പണിക്കർ എന്ന കഥാപാത്രമുള്ള എം മുകുന്ദൻ്റെ കൃതിയാണ് ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു. ഓക്കെ, അതുപോലെ എസ് കെ പൊറ്റക്കാടിനെ കേന്ദ്ര കഥാപാത്രമാക്കി എം മുകുന്ദൻ രചിച്ച നോവൽ ചോദിക്കാം, പ്രവാസമാണ് കേട്ടോ. എസ് കെ പൊറ്റക്കാടിനെ കേന്ദ്ര കഥാപാത്രമാക്കി എം മുകുന്ദൻ രചിച്ച നോവലാണ് പ്രവാസം. എം മുകുന്ദന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ ഓർത്തിരിക്കുക, ഈ ലോകം അതിലൊരു മനുഷ്യൻ. ഓക്കെ, എം മുകുന്ദന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് ഈ ലോകം അതിലൊരു മനുഷ്യൻ. എം മുകുന്ദന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് ദൈവത്തിൻ്റെ വികൃതികൾ. ഓക്കെ, ദൈവത്തിൻ്റെ വികൃതികൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പര്യായ പദം അല്ലാത്തത് ഏത്? ഓക്കെ, പര്യായ പദം അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ മെയ്യ്, ഓപ്ഷൻ ബി തനു, ഓപ്ഷൻ സി കായം, ഓപ്ഷൻ ഡി ഘൃതം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ഘൃതമാണ് കേട്ടോ, ഘൃതം. ബാക്കിയെല്ലാം എന്താണ്? മെയ്യ്, തനു, കായം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ശരീരം എന്നുള്ള അർത്ഥമാണ് അല്ലേ? ശരീരം എന്ന അർത്ഥം വരുന്നതാണ് മെയ്യ്, കായം, തനു എന്നുള്ളതൊക്കെ. ഘൃതമാണ് അല്ലാത്തത്. ഓക്കെ ആണല്ലോ. അപ്പോൾ പര്യായ പദങ്ങൾ കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി ഏത് അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്? ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി ഏത് അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്? ഏതർത്ഥത്തിലാണ്? അപമാനിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന് വരുന്നത് എന്താണ്? അപമാനിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഷാശൈലികളൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. കിംവദന്തി, കിംവദന്തി എന്താണ്? കേട്ടുകേൾവി എന്നുള്ളതാണ്. കിംവദന്തി കേട്ടുകേൾവി. ഭഗീരഥ പ്രയത്നം എന്താണ്? വലിയ പരിശ്രമത്തിനെയാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുക. ഓക്കെ, ഉരുക്കഴിക്കുക എന്താണ്? ആവർത്തിക്കുക. ഉരുക്കഴിക്കുക, ആവർത്തിക്കുക. അതുപോലെ എൻ പിള്ള നയം, സ്വാർത്ഥത അല്ലെ, സ്വാർത്ഥതയ്ക്ക് പറയുന്നതാണ് എൻ പിള്ള നയം. ഒമ്പതാം ഉത്സവം, വലിയ കോലാഹലം, അതിനെയാണ് ഒൻപതാം ഉത്സവം എന്ന് പറയാം. എട്ടിലെ പശു, ഓക്കെ, എട്ടിലെ പശു, പ്രയോജനശൂന്യം, പ്രയോജനശൂന്യത്തിനെയാണ് എട്ടിലെ പശു എന്ന് പറയാം. കണ്ണിടുക, കണ്ണിടുക, ആഗ്രഹിക്കുക. ഓക്കെ, കുറുപ്പിൻ്റെ ഉറപ്പ് എന്താണ്? ദൃഢതയില്ലാത്ത വാഗ്ദാനത്തിനെയാണ് കുറുപ്പിൻ്റെ ഉറപ്പ് എന്ന് പറയാം. ഗളഹസ്തം ചെയ്യുക എന്താണ്? പുറത്താക്കുക. ഗളഹസ്തം ചെയ്യുക, പുറത്താക്കുക. താപ്പാന, താപ്പാന പരിചയസമ്പന്നനെയാണ് താപ്പാന എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഭാഷാശൈലികൾ ഒന്ന് പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം, വിപരീത പദം കണ്ടെത്തുക. വിപരീത പദം കണ്ടെത്തുക. ആധിക്യം, ആധിക്യത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഓക്കെ, വൈരള്യമാണ് കേട്ടോ. വൈരള്യം. ആധിക്യത്തിൻ്റെ വിപരീത പദം എന്താണ്? വൈരള്യം. ആധിക്യം, വൈരള്യം. അതുപോലെ ആർദ്രം, ആർദ്രം ശുഷ്കമാണ് വിപരീത പദം. ആർദ്രത്തിൻ്റെ വിപരീത പദം ശുഷ്കം. ഉത്കൃഷ്ടം, അപകൃഷ്ടം. ഉദ്ഗതി, അധോഗതി. ഖേദം, മോദം. പ്രശാന്തം, പ്രക്ഷുബ്ധം. കൃതജ്ഞത, കൃതജ്ഞത. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വിപരീത പദങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് എം കെ മേനോൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൂലികാനാമങ്ങൾ ഇതുപോലെ എന്താണ് കോഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. പിന്നെ നിങ്ങൾ ഒരിക്കലും അത് മറന്നു പോവില്ല. ഓക്കെ, അപ്പോൾ വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ എം കെ മേനോനാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഓർത്തിട്ടുണ്ടായിരുന്നത്? മേനോന്മാർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വിലസി നടക്കുന്നവരാണ് അല്ലേ? മേനോന്മാരൊക്കെ കുറച്ച് വിലസി നടക്കുന്നവരാണ് എന്നുള്ള രീതിയിലൊന്ന് ഓർത്തു കഴിഞ്ഞാൽ വിലാസിനി എം കെ മേനോൻ കിട്ടിക്കോളും. ഓക്കെ, അതുപോലെ പി സി കുട്ടിക്കൃഷ്ണൻ, എം ആർ മേനോൻ, ആനന്ദ് ഇവരുടെ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തൂലികാനാമങ്ങൾ നമ്മൾ കോഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അടുത്ത ചോദ്യം, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. കുമാരനാശാൻ്റെ ഏത് കൃതിയിലെ വരികളാണ് എന്നുള്ളതാണ്. അപ്പോൾ കുമാരനാശാനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓരോ കൃതികൾ, അതിൻ്റെ വരികളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ ഏതിലെയാണ്? നളിനിയിലെ വരികളാണ് കേട്ടോ. നളിനിയിലെ വേറെ വരികൾ ഓർത്തിരിക്കാനുള്ളത്, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമ. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് വരികൾ കൂടെ നമുക്കൊന്ന് നോക്കാം. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് കേട്ടോ. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം എന്ന് പറയുന്നതിലെ വരികളാണ് കേട്ടോ. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷയിലെ വരികൾ ഓർത്തിരിക്കുക കേട്ടോ. വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ.
മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മത്തെന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ആ ഭാഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഭാഷയിൽ നിന്നാണെന്നുള്ളത് അറിയാം. ആരുടേതാണ് വരികൾ? വള്ളത്തോളിൻ്റേതാണ് കേട്ടോ, വള്ളത്തോൾ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ആരുടേതാണ്? വൈലോപ്പിള്ളിയുടേതാണ് കേട്ടോ. മാമ്പഴത്തിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അപ്പോൾ കിടാങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടികളാണ്. കുട്ടികളെ ഓർക്കുമ്പോൾ നമുക്ക് മാമ്പഴം ഓർത്താലോ? ഓക്കെ, അപ്പോൾ വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിലെ വരികളാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. ഇന്നിനേക്കാൾ വിലപ്പെട്ടതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം ശൈലികൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലേ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതുപോലെ തന്നെ എന്താണ്? ടു പുട്ട് ഇൻ മൈൻഡ്, ഓർമ്മിപ്പിക്കുക. ആപ്പിൾ ഇൻ വൺ സൈ, കൺമണി. ആപ്പിൾ ഇൻ വൺ സൈ, കൺമണി. അതുപോലെ എൻവൈ ഈസ് സോറോ ഓഫ് ഫൂൾസ്, വിഡ്ഢികളുടെ ദുഃഖമാണ് അസൂയ. അങ്ങനെ കുറേ അധികം ഉണ്ട്. നമുക്ക് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈവൻ ഫോർ ക്രൗ ഇറ്റ്സ് ബേബി ഈസ് പ്രഷ്യസ്, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അങ്ങനെ ശൈലികളും അതിൻ്റെ തർജ്ജമയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, എ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ് അല്ലേ? എ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്പജ്ഞാനം അപകടകരമാണ് എന്നുള്ളതാണ്. ഓക്കെ, അല്പജ്ഞാനം അപകടകരമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളെന്ന് പറയുന്നത്. നമ്മൾ 10 ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ചെയ്യുന്നുണ്ട്, മാത്സിൻ്റെ ഇനി അങ്ങോട്ട് ചെയ്യണം, GK നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി വരുന്ന എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്